ഞങ്ങളുടെ നാട്ടിലൊക്കെ വിഷുക്കഞ്ഞി വിഷുക്കഞ്ഞി ഉണ്ടെങ്കിലേ ആ വിഷു പൂർണ്ണതയിലെത്തുള്ളൂ. ഇത്തവണത്തെ വിഷുക്കഞ്ഞി എൻ്റെ അമ്മയുടെ വകയാട്ടോ. അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല സ്വാദുമാണ്. അവസാനം നമ്മൾ വിഷുക്കഞ്ഞിയും പുട്ടും കൂടി കഴിക്കുക, അതായത് ഇവിടെ നിർബന്ധം. അപ്പോഴേ നമ്മളുടെ ആ വിഷുവിന് ഒരു പൂർണ്ണതയിലെത്തുള്ളൂ. അപ്പോൾ നമുക്കിന്ന് വിഷുക്കഞ്ഞി ഉണ്ടാക്കുന്നത് നോക്കാം. മെയിൻ വൻപയർ വേണം, അരി വേണം. അരി നമ്മൾ 2-ാം പാലിലിട്ട് ഒന്ന് വേവിച്ചെടുക്കും. ആ വേവിച്ചെടുത്ത അരിയിലോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന വൻപയറിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നമ്മളുടെ പാല് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചിട്ട് അതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ മിക്സായിട്ട് ശർക്കര നമ്മൾ ഉരുക്കി കല്ലൊക്കെ കളഞ്ഞ് അരിച്ചെടുത്ത് വെച്ചേക്കുവാണ്. അത് നമ്മളിതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് മധുരം നമ്മളുടെ അനുസരിച്ചിട്ട് കൊടുക്കുക. ആവശ്യത്തിന് മധുരം ഇടുക. നമുക്കറിയാമല്ലോ, ശർക്കര